IGNOU BPAG 174 Sustainable Development Unit 1 Concepts of Sustainable Development, and we have an introduction here. The introduction part discuss a major point. It is like this. First of all, they have given the definition of sustainable development. Sustainable development is the development that meets the needs of the present generation without compromising the ability of the future generations to meet their own needs. സുസ്ഥിര വികസനം എന്നാൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യണം, പക്ഷേ അതൊരിക്കലും ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് ഉള്ള കഴിവിനെ, എബിലിറ്റിയെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ആവരുത്, അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത് ഇന്നത്തെ തലമുറയുടെ ഡെവലപ്മെന്റ് അഥവാ വികസനം എന്നാണ് സുസ്ഥിര വികസനത്തെ കുറിച്ച് ഉള്ള ഈ നിർവചനത്തിൽ പറയുന്നത്. ഈ നിർവചനം എവിടെ നിന്നുണ്ടായി എന്നല്ലേ ചോദ്യം. ഒരു പ്രശസ്തമായൊരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതിൻ്റെ റിപ്പോർട്ടിലാണ്. ആ റിപ്പോർട്ടിന്റെ പേര് നമ്മുടെ പൊതുഭാവി, അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. ആ റിപ്പോർട്ടിൽ നൽകിയ ഫേമസ് ഡെഫിനേഷനാണ് നമ്മളിപ്പോൾ കേട്ട സുസ്ഥിര വികസനത്തെ കുറിച്ചുള്ള ഡെഫിനേഷൻ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇത് കൂടാതെ വേറെ അവരുടെ വക നിർവചനം നൽകിയിട്ടുണ്ട്. എക്കണോമിസ്റ്റ് ഹാവ് ഓൾസോ പ്രൊവൈഡഡ് എ definition of sustainable development as being an economic process in which the quality and quantity of our stocks of natural resources like forests and the integrity of the biochemical cycles like climate are sustained and passed on to the future generations unimpaired. ഭാവി തലമുറയ്ക്ക് അവരുടെ പോരായ്മകള്, വീഴ്ചകള് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഭാവി തലമുറയ്ക്ക് അവരുടെ ക്ലൈമറ്റ് പോലുള്ള ബയോകെമിക്കൽ സൈക്കിളുകൾ നശിപ്പിക്കാത്ത രീതിയിൽ, ഭാവി തലമുറയ്ക്ക് അവരുടെ നാച്ചുറൽ റിസോഴ്സസ്, അതായത് വനങ്ങൾ, ഫോറസ്റ്റുകൾ പോലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തകർക്കാത്ത രീതിയിൽ ഉള്ള ഒരു എക്കണോമിക് പ്രോഗ്രസ് ആണ് നമുക്ക് വേണ്ടത് എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന സുസ്ഥിര വികസനത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അർത്ഥം? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ അപ്രോച്ച് ഓൺ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ സമീപിച്ചുള്ള ഒരു സമീപനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഭാവി തലമുറയുടെ പരിസ്ഥിതിയുടെ ഗുണമേന്മയിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത രീതിയിൽ, കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇന്ന് വികസനം നേടിയെടുക്കാൻ എന്ന സമീപനം തന്നെയാണ്. പക്ഷേ ഇൻ ദ നെയിം ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക പുരോഗതിയുടെ പേരിൽ ദ പ്രൈസ് ഓഫ് എൻവയോൺമെന്റൽ ഡാമേജ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ. നമ്മൾ അതിന് നല്ല വില കൊടുക്കുന്നുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നതിന്. എന്താണ് നമ്മൾ അതിന് പകരം കൊടുക്കേണ്ടി വരുന്ന വില? അതെ, നമ്മുടെ ഭൂമിയുടെ അപജയം, ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണൊലിപ്പ്, സോയിൽ എറോഷൻ, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ജലം, വായു എന്നിവയുടെ മലിനീകരണം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം എന്നിങ്ങനെയുള്ള വിപത്തുകളിലൂടെയാണ് നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് നമ്മൾ വില കൊടുക്കുന്നത്. This damage may surpass the advantage of having more quality output of goods and services. ഈ ഡാമേജ് കൂടുതൽ ഗുണമേന്മയുള്ള സാധന സേവനങ്ങളുടെ ഉൽപാദനത്തെ മറികടന്നേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗുണമേന്മയുള്ള സാധന സേവനങ്ങളുടെ ഉൽപാദനമാണല്ലോ നമുക്ക് ഉള്ള മെച്ചം. ആ മെച്ചത്തെ മറികടന്നുകൊണ്ടുള്ള അതിനേക്കാൾ കൂടിയ അളവിലുള്ള ഡാമേജ് ആണ് ജലമലിനീകരണം കൊണ്ടും മണ്ണൊലിപ്പ് കൊണ്ടും ഭൂമിയുടെ അപജയം കൊണ്ടും വനനശീകരണം കൊണ്ടും ഉണ്ടാകുന്നതെങ്കിലോ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നേട്ടം? അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ ഓവർ ആർച്ചിങ് പാരഡിം. അപ്പൊ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ആർച്ചിങ് പാരഡിമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അധികമായി നമ്മുടെ എല്ലാത്തിൻ്റെയും മീതെ കാണുന്ന ഒരു എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ക്രമീകരണമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വളരെ ബ്രോഡായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള, വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് എന്ന് പറയാം, അല്ലെങ്കിൽ മോഡലാണ് എന്ന് പറയാം. പാരഡിം എന്ന് പറഞ്ഞാൽ മോഡലാണ്. ദാറ്റ് എൻകംപോസസ്
അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ആൻഡ് എക്സ്പ്ലെയിൻസ് എ വൈഡ് റേഞ്ച് ഓഫ് ഫിനോമിന, ഒരു വൻതോതിലുള്ള പ്രതിഭാസം അതിനകത്തുണ്ട്. കോൺസെപ്റ്റ്സ്, ആശയങ്ങളുണ്ട്. ഓർ ഐഡിയാസ് ഉണ്ടോ? ഒരു ചെറിയ കാര്യമല്ല, പല പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശയമാണ്. ഒരു എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ഉൾക്കൊള്ളലുകളുള്ള പോയിന്റ്സ് ഉള്ള കാര്യമാണ് എന്തോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് അതിന് ഒരു ഓവർ ആർച്ചിങ് പാരഡിം ആണെന്ന് പറയുന്നത്, ഒരു മോഡലാണെന്ന് പറയുന്നത് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആ മോഡല് മുന്നോട്ട് വയ്ക്കുന്നത്, സുസ്ഥിര വികസനം എന്ന് പറയുന്ന മോഡല് മാതൃക മുന്നോട്ട് വയ്ക്കുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ദസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ 1987 ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. 1987 ബ്രൺലാൻഡ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് അത് പ്രകാരം പറയുന്നത്? ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഭാവി തലമുറകളുടെ ആവശ്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാതെയും അതിൽ വെള്ളം ചേർക്കാതെയും ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെങ്കിൽ അത്തരം വികസനത്തെ സുസ്ഥിര വികസനം എന്ന് പറയാം എന്നാണ് ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന സുസ്ഥിര വികസനത്തിന്റെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ. ഉണ്ടോ? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിംഗ് ദി എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ വശങ്ങൾ, ഡയമെൻഷൻസ് ഇതിനുണ്ട്. ഒന്ന്, സമൂഹം പ്രധാനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ. 2, എൻവയോൺമെന്റ് പ്രധാനമാണ്, ഫ്യൂച്ചർ ജനറേഷന്റെ എൻവയോൺമെന്റിനെ തകിടം മറിക്കരുത്. കൾച്ചർ പ്രധാനമാണ്, എക്കണോമി പ്രധാനമാണ്, സാമ്പത്തിക പുരോഗതി പ്രധാനമാണ്. ഈ 4 കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് ചിന്തിക്കാനില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ സാമൂഹ്യ പുരോഗതി ഒരു വശത്ത്, പാരിസ്ഥിതികമായ സുസ്ഥിതി വേറൊരു വശത്ത്, സാംസ്കാരികപരമായ ഗുണമേന്മ മറ്റൊരു വശത്ത്, സാമ്പത്തികമായ പുരോഗതി വേറൊരു വശത്ത്. ഇതെല്ലാം ഇന്റർട്വൈൻഡ് ആണ്. ഇത് ഓരോന്നും വേർതിരിച്ച് ചിന്തിക്കേണ്ടുന്ന ഒന്നല്ല. സുസ്ഥിര വികസനം എന്ന ആശയത്തിൽ സെപ്പറേറ്റ് ചിന്തിക്കേണ്ട ഒന്നല്ല. സസ്റ്റൈനബിലിറ്റി ഈസ് എ പാരഡിം. സസ്റ്റൈനബിലിറ്റി അപ്പോൾ ഒരു മോഡലാണ് ഫോർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന്. ഇൻ വിച്ച് അവിടെ എൻവയോൺമെന്റൽ, സൊസൈറ്റൽ, ഇക്കണോമിക് കൺസിഡറേഷൻ, കൾച്ചറൽ കൺസിഡറേഷൻസ് ആർ ബാലൻസ്ഡ്. ഈ പറഞ്ഞ സൊസൈറ്റിയുടെ പരിസ്ഥിതിപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള പരിഗണനകളെല്ലാം തുലനം ചെയ്യപ്പെടണം, ബാലൻസ് ചെയ്യപ്പെടണം. എന്ത് നേടാനുള്ള ശ്രമത്തിനിടയിൽ തൽക്കാലം നമുക്ക് ഒരു ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് നേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഏതെങ്കിലും ഒന്ന് തകിടം മറിയരുത്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ജീവിക്കാനുള്ള നല്ല എൻവയോൺമെന്റിനെ നമ്മൾ നശിപ്പിക്കരുത്. നമ്മുടെ കൾച്ചറിനെ നമ്മൾ നശിപ്പിക്കരുത്. നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ തകർക്കരുത്. ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എ പ്രോസ്പെറസ് സൊസൈറ്റി, ഒരു സമൃദ്ധമായ അഭിവൃദ്ധിയുള്ള ഒരു സമൂഹം റിലൈസ് ഓൺ എ ഹെൽത്തി എൻവയോൺമെന്റ്, അതെപ്പോഴും ഒരു ആരോഗ്യകരമായ ഒരു പരിസ്ഥിതിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് റിസോഴ്സസ്, അതിനു വേണ്ടിയിരുന്ന ഭക്ഷണവും വിഭവങ്ങളും നൽകാനായിട്ട്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സുരക്ഷിതമായ കുടിവെള്ളം നൽകുന്നതിന് വേണ്ടി. ആൻഡ് ക്ലീൻ എയർ ഫോർ ഇറ്റ്സ് സിറ്റിസൺസ്, അതിൻ്റെ പൗരന്മാർക്ക് വേണ്ടി ശുദ്ധജലം, ശുദ്ധവായു എന്നിവ നൽകാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിയുമ്പോഴാണ് ആ സമൂഹം പ്രോസ്പെറസ് ആയ സമൂഹമാണ്, ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സമൂഹമാണ് എന്നൊക്കെ പറയുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതി പ്രദാനം ചെയ്യാൻ കഴിയുന്ന സമൂഹമാണെന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? അവിടുത്തെ ഭക്ഷണം, അതുപോലെ തന്നെ അവിടുത്തെ വിഭവങ്ങൾ, സുരക്ഷിതമായ കുടിവെള്ളം, സുരക്ഷിതമായ ശുദ്ധവായു അവിടുത്തെ പൗരന്മാർക്ക് നൽകുമ്പോഴാണ് ആ സമൂഹത്തിന് പ്രോസ്പെരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. വിഷവാതകം ശ്വസിക്കുകയും പണം ഒരുപാടുണ്ടാവുകയും ഉള്ള ഒരു സമൂഹമാണെങ്കിൽ അത് പ്രോസ്പെറസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്പോൾ സസ്റ്റൈനബിലിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും രണ്ടും രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ചർച്ച ചെയ്യാം. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു സുസ്ഥിര അവസ്ഥയാണ്. എന്നാൽ ആ 100 കൊല്ലത്തേക്ക് നമ്മൾ കഴിയുമ്പോൾ നേടിയെടുക്കേണ്ട ആ സുസ്ഥിരമായ നല്ല ജീവിതാവസ്ഥയ്ക്ക് ഇന്നേ ശ്രമം തുടങ്ങണം. ഓരോ 10 കൊല്ലം കൂടുന്തോടും നമ്മൾ അതിന് വേണ്ടിയിട്ട് പല ഘട്ടങ്ങളായിട്ട് മാറി മാറി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. 10 പ്രാവശ്യം 10 വർഷങ്ങളുടെ 10 തവണകളായിട്ടായിരിക്കാം നമ്മൾ ആ സസ്റ്റൈനബിലിറ്റി ചിലപ്പോൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്
ഘട്ടം ഘട്ടമായി നേടുന്ന ശ്രമങ്ങളെയാണ്. സസ്റ്റൈനബിലിറ്റി ഈസ് ഓഫൺ തോട്ട് ഓഫ് ആസ് എ ലോങ് ടേം ഗോൾ. സസ്റ്റൈനബിലിറ്റി അപ്പോൾ ലോങ് ടേമിൽ നേടേണ്ടുന്ന ലക്ഷ്യമാണ്, ദീർഘകാല സ്വപ്നമാണ്. വയൽ അതേസമയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ മെനി പ്രോസസ്സസ് ആൻഡ് പാത്ത് വേസ് ടു അച്ചീവ് ഇറ്റ്. അത് നേടാനുള്ള പല പല പ്രോസസ്സുകളും പല പല പാതകളും അതിൻ്റെ ഉള്ളിൽ വരുന്നു. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എക്സാമ്പിൾ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഒരു വശത്ത് കൂടി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ടാക്കിയെടുക്കണം, ആൻഡ് സസ്റ്റൈനബിൾ ഫോറസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കണം, സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സസ്റ്റൈനബിൾ കൺസംഷൻ, ഗുഡ് ഗവൺമെന്റ്, റിസർച്ച്, ടെക്നോളജി ട്രാൻസ്ഫർ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഈ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് പല പല പാത്വേസ് നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളാണ്. ഈ എഫേർട്ടുകളുടെയൊക്കെ കൾമിനേഷനാണ്, അന്തിമ പരിസമാപ്തിയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിശ്രമങ്ങളാണെങ്കിൽ, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ആ ഘട്ടം ഘട്ടമായ പരിശ്രമങ്ങളുടെ ഒടുവിൽ നമ്മൾ നേടിയെടുക്കുന്ന അന്തിമ ലക്ഷ്യമാണ്. ഇതാണ് വ്യത്യാസം. ഇനി ടു ഡേറ്റ്, ഇന്ന് വരെ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഇന്റഗ്രേറ്റഡ് ഇൻ ടു മെനി ഗ്ലോബൽ ഫ്രെയിംവർക്ക്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേടാനുള്ള വിദ്യാഭ്യാസം ഇന്ന് ഒരുപാട് ലോക ഫോറങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കൺവെൻഷൻസ് റിലേറ്റിംഗ് ടു കീ ഏരിയാസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കീ ഏരിയാസിൽ ഇത് പല കൺവെൻഷൻസിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. 1987 ബ്രിൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൽ മാത്രമല്ല, പിന്നീട് വന്ന 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന എർത്ത് സമ്മിറ്റിൽ, ഭൗമ ഉച്ചകോടിയിലും പുതിയ കുറേ ആശയങ്ങൾ ചർച്ച ചെയ്തു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ ബ്രിൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഈ ഡെഫിനേഷനെ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1992 നടന്ന റിയോ ഉച്ചകോടിയിൽ, എർത്ത് സമ്മിറ്റിൽ. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടോപ്പിക് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. താങ്ക് യു.